UDF ജയിക്കും. UDF ജയിക്കട്ടെ. പറയാൻ പറ്റില്ല, ആരാണല്ലേ കറക്റ്റ് പറയാൻ പറ്റില്ല. ആർക്കാണ് മുൻതൂക്കം കൽപ്പിക്കുന്നത്? ഒന്നും പറയാനില്ല, രണ്ടു കൂട്ടർ ഒരേ മാതിരി തന്നെയാണ്. ഇവിടെ മത്സരമാണല്ലോ. പേര് മൂസ. ഇവിടെ ഇപ്പോൾ ആരാ ജയിക്കാൻ സാധ്യത? ശശീന്ദ്രൻ ജയിക്കാം. BJP. എലത്തൂരിൽ ശശീന്ദ്രൻ ജയിക്കും. അതിൽ അത് തിരക്കില്ല. വികസനം തന്നെ നാട് ഉറ്റുനോക്കുന്ന വികസനമാണ്. അതായത് എത്രയോ ലക്ഷം കോടി ഉറുപ്പ്യൻ്റെ വികസനമാണ് എലത്തൂർ മണ്ഡലത്തിലുമാണ് നടക്കുന്നത്. നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ, നിങ്ങൾ റോഡുകളൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. നമ്മൾ പറയുന്നതിനേക്കാൾ നിങ്ങൾ തന്നെ കാണുന്ന കാഴ്ച വികസനം എന്നുള്ളത്. അഭിപ്രായം നോക്കുകയാണെന്ന് വെച്ചാൽ ശശീന്ദ്രൻ തന്നെ ജയിക്കും. ശശീന്ദ്രനാണ് സാധ്യത. കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഇവിടെ 4 പഞ്ചായത്തിൽ UDFന് അനുകൂലമായിട്ടുള്ള തരംഗമാണ് വന്നത്. UDF ഭരിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ സർക്കാരിൻ്റെ 10 വർഷത്തെ ഭരണക്കോട്ടങ്ങൾ എല്ലാം കൂടി ഒരു അനുകൂലമായ സാഹചര്യമാണ് വിദ്യയ്ക്കുള്ളതെന്നാണ് പൊതുവേ ഉള്ളൊരു അഭിപ്രായം. അങ്ങനെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറയുമ്പോൾ എലത്തൂരിൽ UDF. കാരണം നേരത്തെ പോലെയല്ല, നേരത്തെ മണി സി ക്യാപ്പിന് കൊടുത്ത മണ്ഡലമാണല്ലോ. ഇപ്പം കോൺഗ്രസ്സുകാർ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുകയാണ്. തീർച്ചയായിട്ടും അതിലൊരു വിജയസാധ്യത കാണുന്നുണ്ട്. ഇതിൽ തീർച്ചയായിട്ടും ശശീന്ദ്രൻ ജയിക്കുക. എന്താണ് അതിനുള്ളൊരു ഘടകം? ശശീന്ദ്രൻ ഇവിടെ 3 ടൈമായിട്ട് നിന്ന് കഴിഞ്ഞ് ഈ നിന്ന സമയത്ത് മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യത്തിലും, റോഡ്, പാലം, ഊടുവഴികൾ, എല്ലാ കാര്യത്തിലും അത്രയ്ക്ക് അധികം പൈസ ഫണ്ട് MLA ഫണ്ട് തന്ന ആളാണ്. അപ്പം ശശീന്ദ്രനെ മറച്ച് കവച്ചു വെക്കാൻ ഒരാളും ഇവിടെ ഇല്ല. അതാണ് അതിൻ്റെ ഒരു സത്യം. തീർച്ചയായും ശശീന്ദ്രനെ ജയിക്കും. ഞാൻ ഒന്നാമത് ഇത് ഇടതുപക്ഷത്തിന് ഏറ്റവും വളക്കൂറുള്ളൊരു മണ്ണാണ്. അഭിപ്രായം 2 രീതിയിലുണ്ട്. ഞാനിപ്പോൾ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഈ ഇപ്പം രാഷ്ട്രീയമായിട്ട് പ്രബുദ്ധരാ കൂടുതൽ ജനങ്ങളും. അപ്പം രാഷ്ട്രീയത്തിന് അടിയൊഴുക്കുകൾ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. എങ്കിലും ഭൂരിപക്ഷം ഇടതുപക്ഷത്തിനാണ് ഇവിടെ ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യം നോക്കുമ്പോൾ വിദ്യാബാലകൃഷ്ണന് ഒരു തരംഗമുണ്ട്. എന്താണത്? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അത് കുറച്ച് ഇയാളൊന്ന് പിന്മാറി കൊടുക്കേണ്ടിന്, പുതിയ ആൾക്ക് ചാൻസ് കൊടുക്കേണ്ടി. ഇവിടെ ഇപ്പോൾ സാഹചര്യത്തിൽ UDF ആണ് സാധ്യത. പിന്നെ മേലോട്ട് പിന്നെ ജനങ്ങൾ തീരുമാനിക്കട്ടെ. അത് നല്ല UDF ജയിക്കും. വിദ്യാഭ്യാസം നല്ല ഇതിലാണ്. കോർപ്പറേഷൻ ഇതിൽ നല്ല സമരങ്ങളൊക്കെ എല്ലാ പങ്കെടുത്ത ആളാണ്. നല്ല ഇതിൽ പോകും. പ്രാവശ്യം എന്തായാലും വിദ്യാഭ്യാസം ജയിക്കും. UDFന് അനുകൂലമാണ്. UDF ആയിരിക്കും. വിദ്യാബാലകൃഷ്ണൻ ജയിക്കും. ഇവിടെ 100% ദിവ്യ ജയിക്കും. ഒരു പൊതുവെ ഒരു LDF മണ്ഡലമാണ്. CPM കുത്തക മണ്ഡലം എന്ന് വേണേൽ പറയാം. കഴിഞ്ഞ മണ്ഡല രൂപീകരണം തൊട്ട് ഇതുവരെ ഇപ്പോഴുള്ള മന്ത്രിയുടെയായിട്ടുള്ള ശശീന്ദ്രനാണ് ജയിച്ചിട്ടുള്ളത്. ഇപ്പോൾ വലിയ പ്രയാസമില്ലാണ്ട് അഡ്വക്കേറ്റ് വിദ്യാ ബാലകൃഷ്ണൻ ശക്തയായ സ്ഥാനാർത്ഥിയാണോ ശശീന്ദ്രന്? അത് ബാലകൃഷ്ണൻ പ്രായത്തിൻ്റെ ഒരു ചെറുപ്പം അതിലുണ്ട്. അല്ലാതെ വോട്ട് അടിസ്ഥാനത്തിൽ ജയിക്കാൻ സാധ്യതയില്ല. കാരണം CPM ഒറ്റക്ക് നിന്നാലും ജയിക്കും, മുന്നണി ഇല്ലാണ്ട് നിന്നാലും ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലം എലത്തൂർ. വിദ്യാ ബാലകൃഷ്ണൻ ജയിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ 15 കൊല്ലം ഒരു ശശീന്ദ്രൻ എന്ന ആൾ ഇപ്പം മന്ത്രിയാണ്. 10 കൊല്ലം മന്ത്രിയും 5 കൊല്ലം MLA ആയിട്ട് ഭരിച്ചിട്ടുണ്ട്. എലത്തൂർ നിയോജകമണ്ഡലത്തിൽ ഈ 15 കൊല്ലം കൊണ്ടുണ്ടാക്കിയ പുരോഗതി എന്താണെന്നുള്ളത് കാണിച്ചു തരണം. ഒരു പുരോഗതി ഇല്ലാണ്ട് വീണ്ടും 5 കൊല്ലം കൂടി കൊടുക്കേണ്ട ആവശ്യം എന്താ ഉള്ളത്? എൻ്റെ അഭിപ്രായം വിദ്യാബാലകൃഷ്ണൻ ജയിക്കണമെന്നാണ്. UDFൻ്റെ എന്താ ചെയ്യണ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നല്ല എനിക്ക് അറിയുന്ന ഞാനിവിടെ ചേർന്നവരല്ലെങ്കിലും ഞാൻ തളമ്പാടുന്ന സതീശാണ്. ചെവായിൽ നിന്നിട്ട് ഒരു കൗൺസിലായ വ്യക്തിയാണ്. എനിക്ക് നല്ലൊരു ബന്ധമില്ല ആളാണ്. ഞങ്ങൾ ഇതിനു മുമ്പ് സംസാരിച്ചവരൊക്കെ ഈ ശശീന്ദ്രൻ ഇവിടെ നല്ല വികസനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളതാണ് പറയുന്നത്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ശശീന്ദ്രൻ കൊണ്ടുവന്ന വികസനം ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഈ റോഡ് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ശശീന്ദ്രൻ്റെ ഫണ്ട് 40 ലക്ഷം റുപ്യാണ്. ഇതിൻ്റെ പഞ്ചായത്തിൻ്റെ ഫണ്ട്, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ട്, ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ടെല്ലാം കൂടി എങ്ങനെയാണ് MLA ഫണ്ടായി മാറുകയെന്നുള്ളത് ശശീന്ദ്രൻ പറഞ്ഞു തരണം. ഒന്നും അറിയാത്ത ആൾക്കാർക്ക് പറയാം ഇത് ശശീന്ദ്രൻ്റെ ഫണ്ടാണ്. അല്ല, ഈ 40 ലക്ഷം കൊണ്ട് ഇത്രയും റോഡ് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്, ബോർഡിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. മുളപ്പാറ ചിലപ്പുറം റോഡ് നിന്ന് എങ്ങനെയാണ് ഫണ്ട് ചിലവാക്കുക? ഈ 40 ലക്ഷം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അതാണോ ഒരു മന്ത്രിയുടെ നിയോജകമണ്ഡലത്തിൽ ചെയ്യേണ്ട വർക്ക്? മറ്റുള്ളവർ ചെയ്ത വർക്ക് എൻ്റെതായി കാണിക്കുന്നതാണോ ഒരു മന്ത്രിക്ക് പറ്റിയ യോഗ്യത?